നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും വിജയവും മനസ്സമാധാനവും നേടാൻ കഴിയുന്ന അതിശക്തമായ 13 തത്വങ്ങളടങ്ങുന്ന മഹത്തായ കൃതിയാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. നെപ്പോളിയൻ ഹിൽ എഴുതി 1937 പുറത്തിറങ്ങിയ ഈ ഗ്രന്ഥം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചു. ജീവിതത്തിൽ മഹാവിജയം സ്വന്തമാക്കിയവരുടെ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ജീവിതവും മാറിമറിയുക തന്നെ ചെയ്യും. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് മറ്റ് എപ്പിസോഡുകളെ പോലെ തന്നെ ഏവർക്കും ശക്തമായ പ്രചോദനം നൽകും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യാന്തം കണ്ട് എല്ലാ തത്വങ്ങളും മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ. വിജയം സുനിശ്ചയം. ഗ്രന്ഥകർത്താവ് ഒന്നാമതായി പഠിപ്പിക്കുന്ന തത്വം, ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിത ലക്ഷ്യം നേടിയെടുക്കുവാൻ ആഗ്രഹമുണ്ടായാൽ മാത്രം പോരാ എന്നും അത് അതിശക്തമായിരിക്കണമെന്നും ഉള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കുവാൻ ആഗ്രഹം ജനിക്കുന്നു. എന്നാൽ പ്രതികൂലങ്ങൾ മാറി വരുമ്പോഴോ മറ്റു ചില ആഗ്രഹങ്ങൾ മനസ്സിൽ ജനിക്കുമ്പോഴോ ആദ്യം മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം നിഷ്പ്രഭമായി തീരുന്നു. പകരം പുതിയ ആഗ്രഹം ശക്തി പ്രാപിക്കുന്നു. ഇങ്ങനെ മാറി മാറി വരുന്ന ആഗ്രഹങ്ങൾ മനസ്സിനെ ബലഹീനവും ചപലവുമാക്കി മാറ്റുകയാണ് ചെയ്യുക. എന്നാൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് വ്യക്തമായ ജീവിത ലക്ഷ്യവും ആ ജീവിത ലക്ഷ്യം നേടിയെടുക്കുവാൻ ആവശ്യമായിരിക്കുന്ന അതിശക്തമായ ആഗ്രഹവുമാണ്. മാറി മാറി വരുന്ന ഓരോ സാഹചര്യത്തിലും മനസ്സിൽ കത്തിപ്പടരുന്ന ആഗ്രഹമായി മാറണം ജീവിത ലക്ഷ്യം. കത്തിജ്വലിക്കുന്ന ആഗ്രഹം ലക്ഷ്യത്തിലെത്തിച്ചേരുവാനുള്ള ഇന്ധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മിലെ അഗ്നി കെട്ടുപോകാതെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് നെപ്പോളിയൻ ഹിൽ പഠിപ്പിക്കുന്നു. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ വസ്തുനിഷ്ഠവും സമയബന്ധിതവുമായിരിക്കണം. എപ്പോൾ, എങ്ങനെ, എത്ര സമയത്തിനുള്ളിൽ തൻ്റെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണമെന്ന് ഒരു വ്യക്തിക്ക് നിശ്ചയമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഓരോ ആഗ്രഹങ്ങളും വെറും ആഗ്രഹങ്ങൾ മാത്രമായി കെട്ടടങ്ങും. രണ്ടാമതായി ജീവിതത്തിൽ പിന്തുടരേണ്ട തത്വം ഉറച്ചതും ശക്തവുമായി വിശ്വാസമുണ്ടായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അതിന് എത്ര തടസ്സങ്ങൾ വന്നാലും നിങ്ങളത് നേരിടുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങളുടെ ആത്മവിശ്വാസം ചോർന്നു പോയാൽ നിഷ്പ്രയാസം വിജയിക്കാവുന്നിടത്തും പരാജയപ്പെടും. വിശ്വാസം ശാരീരികവും മാനസികവുമായ ഊർജം പ്രദാനം ചെയ്യുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന വിധത്തിൽ ചിന്തിക്കാതെ പ്രസാദാത്മകമായി ചിന്തിക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ജീവിതത്തിൽ ചില പരാജയങ്ങളൊക്കെ നേരിടേണ്ടി വരാം. കൂടെയുള്ളവർ നിങ്ങളെ നിരാകരിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യാം. എന്നാൽ ആത്മവിശ്വാസമുള്ളവരെ അതൊന്നും തന്നെ ബാധിക്കുകയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ പ്രവർത്തനം വിജയിക്കുന്നത്. വിശ്വസിക്കുന്നവർ ആരംഭിക്കും, ശ്രമിക്കും, മുന്നോട്ടു പോകും. പരാജയപ്പെടുമെന്ന് കരുതുന്നവർ സംശയിക്കും, പിന്നോട്ടു പോകും, ശ്രമം നിർത്തും. ഞാൻ ഇത് ചെയ്യുമെന്നുറപ്പാണ് എന്നൊരു മനോഭാവം കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കും. വ്യക്തമായ തീരുമാനങ്ങളും ആത്മവിശ്വാസവും ഉള്ളവരെയാണ് ലോകം പിന്തുടരുക. ഒരു ബൾബ് കണ്ടെത്താനുള്ള പരീക്ഷണത്തിൽ 10,000 പ്രാവശ്യം പരാജയപ്പെട്ട തോമസ് ആൽവ എഡിസൺ താൻ 10,000 പ്രാവശ്യം പരാജയപ്പെട്ടു എന്നല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള 10,000 മാർഗങ്ങൾ പരീക്ഷിച്ചു എന്നാണ് ചിന്തിച്ചത്. ജീവിതത്തിൽ മഹാവിജയങ്ങളും ശാസ്ത്രീയ കണ്ടെത്തലുകളും നടത്തി ലോകത്തിന് ബൃഹത്തായ സംഭാവനകൾ നൽകിയവരൊക്കെ തന്നെ തളരാത്ത മനസ്സിനും ഉറച്ച ആത്മവിശ്വാസത്തിനും ഉടമകളായിരുന്നു. എനിക്ക് കഴിയുകയില്ല, ഞാൻ പരാജയപ്പെടും, ഞാൻ തളർന്നുപോയി എന്നിങ്ങനെയുള്ള നിഷേധാത്മകമായ വാക്കുകൾ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയും പകരം ഞാൻ വിജയിക്കും, ഞാൻ മുന്നേറും എന്നിങ്ങനെയുള്ള വാക്കുകൾ ദൈവാശ്രയത്തോടെ മനസ്സിൽ പറയുകയും ചെയ്യുക. പരാജയത്തിൽ നിന്ന് പോലും നിങ്ങൾ കരകയറുന്നത് കാണാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞതുപോലെ മനസ്സിൽ ചിന്തിക്കുകയും ഹൃദയത്തിൽ അനുഭവിക്കുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ തത്വം സ്വയം പ്രചോദനം നൽകുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ പ്രവർത്തനം, സമീപനം, മനോഭാവം എല്ലാം രൂപപ്പെടുത്തുന്നത്.
അതിനാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ വിജയത്തിലേക്ക് തിരിച്ചുവിടേണ്ടതുണ്ട്. ഇതിന് ഏറ്റവും മികച്ച മാർഗം ഓട്ടോ സജഷൻ ആണെന്ന് നെപ്പോളിയൻ ഹിൽ പഠിപ്പിക്കുന്നു. നിങ്ങൾ തുടർച്ചയായി ചിന്തിക്കുന്നതും മനസ്സിൽ ആവർത്തിക്കുന്നതുമായ സ്വയനിർദ്ദേശങ്ങളാണ് ഓട്ടോ സജഷൻ. ഒരേ കാര്യം മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ഉപബോധ മനസ്സിൽ ശക്തമായി പതിപ്പിക്കപ്പെടുകയും ഉറച്ച ബോധ്യമായി തീരുകയും ചെയ്യുന്നു. പോസിറ്റീവായ വാക്കുകൾ മനസ്സിൽ ആവർത്തിച്ചു പറയുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുകയും മനോബലം വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ബോധ മനസ്സിൽ ഇത് ഞാൻ നേടും എന്ന ചിന്ത ഉൾമനസ്സിൽ നിന്ന് ജനിക്കണം. ഓട്ടോ സജഷൻ ഒരു ചിന്തയെ ഉൾമനസ്സിൽ പ്രവേശിക്കാനുള്ള തന്ത്രമാണ്. എന്താണോ നേടിയെടുക്കേണ്ടത് അത് നേടിയെടുക്കുവാൻ തനിക്ക് കഴിയുമെന്നും നിശ്ചിതമായ ഒരു സമയത്തിനുള്ളിൽ അത് സ്വന്തമാക്കുമെന്നും കുറഞ്ഞ വാക്കുകളിൽ മനസ്സിൽ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ആരും പ്രചോദിപ്പിക്കാനില്ലെങ്കിലും സ്വയം പ്രശംസിക്കുകയും പ്രചോദിപ്പിക്കുകയും നിങ്ങളിൽ മഹത്തരമായ കഴിവുകൾ നൽകിയ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുക. ദിവസവും പ്രഭാതത്തിൽ ഉണരുമ്പോഴും കിടന്നുറങ്ങാൻ പോകുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നതായി മനസ്സിൽ മന്ത്രിക്കുകയും ലഭിച്ചു കഴിഞ്ഞതായി സങ്കല്പിക്കുകയും ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത് ശീലമാക്കുക. തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. 4-ാമത്തെ തത്വം ജീവിത ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള അറിവ് സ്വന്തമാക്കുക എന്നുള്ളതാണ്. അതായത് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ലോകത്തിലുള്ള എല്ലാ അറിവുകളും സ്വന്തമാക്കേണ്ടതില്ല. മറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആഴമായ അറിവ് നേടുക എന്നുള്ളതാണ് കർമ്മമണ്ഡലത്തിൽ വിജയിക്കുവാൻ സഹായിക്കുന്നത്. കർത്തവ്യ നിർവഹണത്തിൽ സഹായിക്കാത്ത അറിവ് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതിനാൽ തന്നെ ജീവിതത്തിൽ ഉപകാരപ്രദമായ അറിവ് സ്വന്തമാക്കുക, അഥവാ അറിവ് സ്പെഷ്യലൈസ്ഡ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. 5-ാമത്തെ തത്വം ഒരു വ്യക്തി തൻ്റെ സങ്കല്പശക്തിയെ ക്രിയാത്മകമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. മനുഷ്യ മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയുന്നതും വിശ്വസിക്കാൻ കഴിയുന്നതുമായ എല്ലാം സാധ്യമാകുന്നു എന്ന് നെപ്പോളിയൻ ഹിൽ തൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ വിജയത്തിൻ്റെ ആദ്യ ഘടകം ഒരു ശക്തമായ സങ്കല്പമാണ്. നിങ്ങൾ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിജയം ആദ്യം മനസ്സിൽ ചിന്തിച്ച് സൃഷ്ടിക്കണം. ഈ ലോകത്തിലെ എല്ലാ അത്ഭുതങ്ങളും ആരുടെയോ മനസ്സിൽ ആദ്യം ഒരു ചിന്തയായി രൂപപ്പെട്ടതാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നേറാൻ ശക്തമായ കാൽപ്പനിക ശക്തി വേണം. നമ്മുടെ മനസ്സിൽ രൂപം കൊള്ളുന്ന സൃഷ്ടിപരമായ ചിന്തകളാണ് കൽപ്പന. എല്ലാ വിജയങ്ങളുടെയും തുടക്കം ഒരു വ്യക്തിയുടെ സങ്കല്പ ശക്തിയിൽ നിന്നാണ്. നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന അഥവാ നേടിയെടുക്കേണ്ടതായ കാര്യത്തിൻ്റെ വ്യക്തമായ വിശദാംശങ്ങളോടുകൂടി ഒരു ചിത്രം മനസ്സിൽ സൃഷ്ടിക്കുക. ഇലോൺ മസ്കിനെ പോലെയുള്ള വ്യക്തികൾ തങ്ങളുടെ സങ്കല്പ സൃഷ്ടിക്ക് ജീവൻ നൽകുകയാണ് ചെയ്യുന്നത്. ചൊവ്വായിൽ മനുഷ്യരെ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്ന തൻ്റെ സങ്കല്പത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിരവധിയായ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സങ്കല്പം വ്യക്തവും ശക്തവുമായിരിക്കുന്നത് കൊണ്ട് സ്റ്റാർഷിപ്പിന്റെ ഓരോ പരീക്ഷണവും പരാജയപ്പെടുമ്പോഴും അദ്ദേഹം തളരാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. 6-ാമത്തെ തത്വം ഒരു വ്യക്തിക്ക് ശരിയായ സമയത്ത് നിർഭയമായി കൃത്യമായി തീരുമാനമെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അവസരങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നല്ല. എന്നാൽ യഥാസമയത്ത് തീരുമാനമെടുത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം വിജയകരമായി തീരുവാൻ അവശ്യ ഘടകമാണ്. 7-ാമതായി ജീവിത വിജയത്തിന് ആവശ്യമായ ഘടകം അതിജീവന ശക്തിയാണ്. വിജയത്തിലേക്കുള്ള യാത്രയിൽ ചില താൽക്കാലിക പരാജയങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പതറാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിത പുരോഗതിക്ക് ഏറ്റവും ആവശ്യമായ ഘടകമാണ്. പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കണ്ട് പരാജയങ്ങളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നേറുക. 8-ാമതായി മനസ്സിലാക്കേണ്ട തത്വം കൂടുതൽ ആളുകളുടെ ശക്തിവിശേഷങ്ങളെ കേന്ദ്രീകരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ബൃഹത് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഒരാൾക്കൊറ്റയ്ക്ക് സാധിച്ചു എന്ന് വരികയില്ല. അതിലേക്ക് ആവശ്യമായ വ്യക്തികളെ കണ്ടെത്തുകയും അവരുടെ ബുദ്ധിശക്തിയും കഴിവുകളും കായികക്ഷമതയും അതിനായി സമന്വയിപ്പിച്ച് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് മഹാവിജയം നേടിയെടുക്കുവാൻ ആവശ്യമാണ്. 9-ാമതായി മനസ്സിലാക്കേണ്ട തത്വം ജീവിതത്തിൽ ശരിയായ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്.
ശരിയായ ആസൂത്രണമില്ലാത്ത പദ്ധതികൾ പരാജയപ്പെടാൻ ഇടവരുന്നു. 10ാമത്തെ തത്വം തങ്ങളിലുള്ള ലൈംഗികോർജം ഓരോ വ്യക്തിയിലെയും സർഗാത്മക ശക്തിയാണെന്നും അതിനാൽ തന്നെ തങ്ങളിലുള്ള ശക്തിവിശേഷങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ജീവിതത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലേക്ക് തങ്ങളുടെ വൈകാരികവും മാനസികവുമായ ശക്തിവിശേഷങ്ങളെ തിരിച്ചുവിട്ട് ഉപയോഗിക്കുക എന്നുള്ളതുമാണ്. 11ാമത്തെ തത്വം ഒരു വ്യക്തി തൻ്റെ അന്തർജ്ഞാനത്തെയും ആത്മീകവും മാനസികവുമായ ശക്തിവിശേഷങ്ങളെയും പൂർണ്ണതോതിൽ ഉപയോഗിക്കാൻ പ്രാപ്തനായി തീരുക എന്നുള്ളതാണ്. 12ാമത്തെ തത്വം മനുഷ്യന്റെ മനസ്സ് നിഗൂഢമായ ശക്തിവിശേഷങ്ങളുടെ കലവറയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി തൻ്റെ മനസ്സിന്റെ അപാരമായ ശക്തിവിശേഷങ്ങളെ വളർത്തിയെടുക്കുവാൻ കഠിനമായ പരിശ്രമം നടത്തുക എന്നുള്ളതാണ്. 13ാമത്തെ തത്വം നമ്മുടെ ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ ശത്രു ഭയമാണെന്നും ഭയത്തെ അതിജീവിച്ചാൽ മുന്നോട്ടുള്ള യാത്ര സുഗമമായി തീരുമെന്നുമുള്ളതാണ്. നമുക്ക് എന്തെല്ലാം ഭയങ്ങളാണുള്ളതെന്നും അതിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും എന്തെന്നും വ്യക്തമായി മനസ്സിലാക്കി ഭയത്തെ അതിജീവിക്കേണ്ടത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലെ പ്രധാന തത്വങ്ങളെ വിശകലനം ചെയ്ത് തയ്യാറാക്കിയ ഈ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.